ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ 50 നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അവിടുത്തെ പിതൃസഹജമായ കരുതലാണ്. നാം ശൂന്യതയിലൂടെയോ കഷ്ടപ്പാടിലൂടെയോ കടന്നു പോകുമ്പോൾ നമ്മെ തനിച്ചാക്കാത്ത ഒരു പിതാവ് നമുക്കുണ്ട്. നമ്മുടെ ഉത്കണ്ഠകൾക്ക് മറുപടിയായി യേശുതമ്പുരാൻ നൽകുന്ന മനോഹരമായ ഒരു പാഠമുണ്ട്. പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നു: ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ എത്ര വിശേഷപ്പെട്ടവർ. നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയുന്നതിനേക്കാൾ മുൻപേ അറിയുന്നവനാണ് ദൈവം. ആകാശത്തിലെ പക്ഷികൾക്കും പുല്ലിനും അവിടുന്ന് നൽകുന്ന പരിഗണനയേക്കാൾ എത്രയോ അധികമായിരിക്കും സ്വന്തം മക്കളായ നമുക്ക് അവിടുന്ന് നൽകുന്നത്. ഈ നോമ്പ് കാലം നമുക്ക് ഉത്കണ്ഠകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഒരു സമയമാണ്. പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനായ സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ നമ്മൾ മാത്രമേ ലോകത്തിൽ ഉള്ളൂ എന്നതുപോലെയാണ്. നമ്മൾ ജനക്കൂട്ടത്തിലെ വെറുമൊരു വ്യക്തിയല്ല, മറിച്ച് അവിടുത്തെ കൺമുന്നിലുള്ള പ്രിയപ്പെട്ട മകനോ മകളോ ആണ്. നമ്മുടെ ഓരോ കണ്ണുനീർ തുള്ളിയും ഓരോ ആവശ്യവും അവിടുത്തെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ ഒരു സ്വപ്നം കാണുകയാണ്. തൻ്റെ ജീവിത വഴിയിലൂടെ താൻ നടന്നു നീങ്ങുന്നത് അയാൾ കാണുന്നു. മണലിലൂടെ നടക്കുമ്പോൾ തൻ്റെ കൂടെ മറ്റൊരു കാൽപ്പാടുകൾ കൂടി അയാൾ ശ്രദ്ധിച്ചു. അത് ദൈവത്തിൻ്റെ കാൽപ്പാടുകളായിരുന്നു. തൻ്റെ ജീവിതത്തിലെ സന്തോഷമുള്ള നിമിഷങ്ങളിലെല്ലാം 2 ജോഡി കാൽപ്പാടുകൾ അദ്ദേഹം കാണുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാടുകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഉള്ള സമയത്ത് 1 ജോഡി കാൽപ്പാടുകൾ മാത്രമേ മണലിൽ അദ്ദേഹം കാണുന്നുള്ളൂ. സങ്കടത്തോടെ അയാൾ ദൈവത്തോട് ചോദിക്കുകയാണ്: കർത്താവേ, എൻ്റെ കഷ്ടകാലത്ത് അങ്ങ് എന്നെ തനിച്ചാക്കിയോ? എന്തുകൊണ്ടാണ് ആ സമയത്ത് 1 ജോഡി കാൽപ്പാടുകൾ മാത്രം കാണുന്നത്? ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി നൽകുന്നുണ്ട്: മകനെ, മകളെ, നിന്റെ സങ്കട സമയത്ത് കാണുന്ന ആ 1 ജോഡി കാൽപ്പാടുകൾ എൻ്റേതാണ്. അന്ന് നീ തളർന്നു പോയപ്പോൾ ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ എടുത്ത് നടക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കരുതുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ അനന്തമായ കരുണ കൊണ്ടാണ്. നാം ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം ഈ പരിശുദ്ധമായ 50 ദിവസവും നമുക്കുണ്ടാകട്ടെ. നമുക്ക് വിശ്വാസത്തിൽ വളരാം. നമ്മുടെ ആവശ്യങ്ങളെ പിതാവിനോട് ചോദിക്കുവാൻ മടിക്കരുത്. മറ്റുള്ളവരെ നമുക്ക് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ശാന്തരാകാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെയാണ് നാം ഭയപ്പെടേണ്ടത്? ഈ നോമ്പുകാലം ദൈവത്തിൻ്റെ കരുതലിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സർവ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.